എന്താണ് സുഹൃത്തുക്കളെ, സുഖമല്ലേ? പണി സൈറ്റിലാന്നുള്ളത് കേട്ടാ. എന്തൊക്കെ വിശേഷങ്ങൾ? പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇവിടുന്ന് വയറ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഇവിടുന്ന് വയറ് നാട്ടിൽ കൊണ്ടുപോകുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നല്ലത് തന്നെയാണ്. കാരണം ഇതിൻ്റെ കോപ്പറും കാര്യങ്ങളും, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സൗദി അറേബ്യയിലെ അൽഫനാറിൻ്റെ വയറാണ്. നമ്മൾ ഇവിടുത്തെ 2.5 നാട്ടിലെ 4mm പവർ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ കോപ്പറും അതിൻ്റെ സ്കിന്നും ഒക്കെ നല്ലതാണ്. പിന്നെ പൈസേൻ്റെ ഡിഫറൻസ് അത് നിങ്ങൾ നോക്കണ്ട. പിന്നെ ചില ആൾക്കാർ ചോദിക്കും, ഇവിടുത്തെ വയറുകൊണ്ട് കറണ്ട് ബില്ല് കൂടുമോ അല്ലെങ്കിൽ ഓവറായിട്ട് ഓടോന്നൊക്കെ. കറണ്ട് ബില്ല് നാട്ടിലല്ലെങ്കിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും കൂട്ടിയിട്ടില്ലെങ്കിലും സർക്കാർ അത് കൂട്ടും. സർക്കാർ കറണ്ട് ബില്ല് കൂട്ടും. അപ്പോൾ എൻ്റെ സർക്കാരിനോട് പറയാനുള്ളത്, വൈദ്യുതി മന്ത്രിയോടും കേരളത്തിലെ മുഖ്യമന്ത്രിയോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ബില്ല് നിങ്ങൾ കൂട്ടി സാധാരണക്കാരനെ ഇരുട്ടിലാക്കരുത്. കാരണം എന്താണെന്നറിയാം, നിങ്ങളുടെ കറണ്ട് ബില്ല് താങ്ങാൻ പറ്റാതെ ആവുമ്പോൾ അവർ പഴയ മണ്ണെണ്ണ വിളക്കിലേക്ക് വരും. മണ്ണെണ്ണ വിളക്കിലേക്ക് വന്നാൽ കേരളം ഇരുട്ടിലാവും. അപ്പോൾ കേരളം എല്ലാവരും മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ പിറകോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അതിലേറെ പറയാനുള്ളത്, നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള സർക്കാരിനോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ മാസം റീഡിങ് എടുക്കാൻ വരണം. ഏതായാലും നിങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ, കറണ്ട് ബില്ലിൽ എഴുതുന്നുണ്ട് റീഡിങ് ചാർജ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്ക് അവർക്ക് സർക്കാർ ശമ്പളം പോരാഞ്ഞിട്ട് സർക്കാർ എന്താക്കുന്നുണ്ട്, നമ്മളോട് റീഡിങ് ചാർജ് എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ സർക്കാരിനോട് പറയാനുള്ളത്, നിങ്ങൾ ഏതായാലും വാങ്ങുന്നു, നിങ്ങൾ ഏതായാലും കറണ്ട് ബില്ല് കൂട്ടുന്നത്, നിങ്ങൾക്ക് എന്താ മാസം വന്ന് റീഡിങ് എടുത്താൽ എന്താണ് പ്രശ്നം? സാധാരണക്കാരന് മാസം വന്ന് റീഡിങ് എടുക്കുമ്പോൾ 200 രൂപയോ 300 രൂപയോ ആകുമ്പോൾ അങ്ങോട്ട് അടക്കാൻ പറ്റും. 2 മാസം കൂടുമ്പോൾ 600, 1000 ഒക്കെ വരുമ്പോൾ അടക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ് സർക്കാർ ഈ മാറ്റം വരുത്താനുള്ള കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു മിനിമം ഒരു മാസം ഒരു വൈദ്യുതിയിൽ മിനിമം ചാർജ് 200 യൂണിറ്റ് ആണ് എങ്കിൽ ചില വ്യക്തികൾക്ക് 190 ആവും. ചില മാസം എന്താവും 200 മേലെയാവും. അപ്പോൾ ഈ 200 മേലെ 190 നിങ്ങൾ ഡിവൈഡ് ആക്കിയിട്ട് 2 മാസം വരുമ്പോൾ ചിലപ്പോൾ 400 യൂണിറ്റ് ഉപയോഗിക്കേണ്ടി വരും. 410 ഉപയോഗിച്ചാൽ അത് ഡബിൾ ചാർജ് ആയിട്ടാണ് നിങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ആർക്കാണ് ലാഭം? പാവപ്പെട്ടവനെ കറണ്ട് ബില്ല് കൂടിയതും പോരാഞ്ഞിട്ട് ഈ 2 മാസം കൂടുമ്പോൾ റീഡിങ് എടുത്തിട്ട് ഈ സാധാരണക്കാരൻ്റെ കഴുത്തറക്കുന്ന സ്വഭാവം കേരള സർക്കാർ അത് മാറ്റണം, അത് മാറ്റാൻ കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും എന്താക്കണം, ഇതിനെക്കുറിച്ച് പ്രതിഷേധിക്കണം. കാരണം മാസം വന്ന് റീഡിങ് എടുക്കാൻ കേരള സർക്കാരിൻ്റെ വൈദ്യുതി മന്ത്രിയോടും കേരളത്തിലുള്ള എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളും പറയണം, ഞങ്ങളുടെ നമ്മുടെ വീട്ടിലെ റീഡിങ് മാസം വന്നെടുക്കണം എന്ന് പറയാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. ഈ വീഡിയോ കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യുക, നിങ്ങളെല്ലാവർക്കും ഉപകരിക്കും. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്,